ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. 35,000 രൂപയ്ക്ക് താഴെ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 4 ഫോൺസ് ആട്ടോ ഷെയർ ചെയ്യുന്നത്. ഇത് കൂടുതൽ പേരും കഴിഞ്ഞ വീഡിയോസിൽ, അതായത് 30K റേഞ്ച് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ പേര് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു 35K വരുന്ന ബെസ്റ്റ് ഫോൺസ് ഏതാണ്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. സോ അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. 40Kയും 45K എല്ലാം ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വരും ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, അങ്ങനത്തെ വീഡിയോസൊക്കെ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് 35,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോൺസാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. അല്ലെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ എന്തായാലും കമൻറ്റ് കൂടെ ചെയ്ത് അറിയിക്കുക. അപ്പം ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെ 12R എന്ന മോഡലാണ്. ഇപ്പോൾ 13R ഉണ്ട്, അതിൻ്റെ പ്രീവിയസ് മോഡലാണ്. എന്നാലും ഡിസൈൻ വൈസ് വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഏതെടുത്താലും ഒരുപോലെ തന്നെയാണ്. ഇതിൽ വരുന്നത് ഗ്ലാസ് ബാക്ക് ആയിട്ടാണ് വരുന്നത്, അലുമിനിയം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വൈസ് ഒക്കെ ഇപ്പോൾ പുതിയുള്ള അതേ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനും വരുന്നത്. പിന്നീട് ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു 120 ഹെർട്സിൻ്റെ AMOLED LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേ വൈസ് ഈ ഒരു സെഗ്മെൻറ്റിലെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും നോ ഇഷ്യൂസ്, ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ട് ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. ദെൻ ക്യാമറയാണ് 50 MBയുടെ ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 8 MBയുടെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, 2 MBയുടെ ഒരു മാക്രോ ക്യാമറ കൂടെ വരുന്നുണ്ട്. സെൽഫി ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 16 MBയുടെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ 4K ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, 1080p 30 FPS മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബട്ട് റിയർ ക്യാമറയിൽ നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം ഒരു ഡീസൻറ്റ് ക്യാമറ എന്നല്ലാതെ ഒരു ബെസ്റ്റ് ക്യാമറ ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണൊന്നും തന്നെയല്ല ഇത്. ഒരു ഡീസൻറ്റ് ക്യാമറ, ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഡീസൻറ്റ് ക്യാമറ ഇതിന് കിട്ടും. ദെൻ പെർഫോമൻസ് ആണ്. ഇതിൽ വരുന്നത് Qualcomm Snapdragonൻ്റെ 8 Gen 2 എന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. ആൻഡ് സ്കോറൊക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 1.5 മില്യൺ ആ റേഞ്ചൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് കുഴപ്പങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് ഏത് ഗെയിം വേണമെങ്കിലും ഇതിൽ കളിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ പെർഫോമൻസ് ബെസ്റ്റാണ്. പിന്നീട് 3+4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. സോ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ബാറ്ററി വരുന്നുണ്ട്, ഒരു ഡീസൻറ്റ് ക്യാമറയും വരുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8GB 256GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസാണ് 32,999 ആയിട്ടാണ് വരുന്നത്. സോ 33,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു OnePlus ഫോണാണ്. ഇനി OnePlus എടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ ലൈൻ വരുമോ എന്നുള്ളൊരു ഇഷ്യൂ വേണ്ട. ലൈഫ് ടൈം വാറൻറ്റി OnePlus പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബാക്കി ഏത് ഫോൺ എടുക്കുന്നതിനും കാട്ടിയും കുറച്ചും കൂടി ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് OnePlusൻ്റെ ഫോൺസ് വാങ്ങാം. അതുകൊണ്ട് അത് നിങ്ങൾ ഓർത്ത് ബേജാറാവേണ്ട ഒരു ആവശ്യമില്ല. സോ ബെസ്റ്റാണ്. ദെൻ ഈ ലിസ്റ്റിലെ അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് iQOO Neo 9 Pro എന്ന മോഡലാണ്. ഇതിലേക്ക് വന്നാൽ ഇതിന് ഡിസൈൻ അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. ബീഗ് ലെതർ ആയിട്ടും വരുന്നുണ്ട്, ഗ്ലാസ് ബാക്ക് ആയിട്ടും വരുന്നുണ്ട്. കളർ ഡിഫറൻസ് കാര്യത്തിലാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു 144 ഹെർട്സ് വരുന്ന AMOLED LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സ്കോർ സെൻസേഷൻ അപ്പിൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേ വൈസും ഗുഡ്. ഈ പ്രൈസ് പോയിന്റിലെ ബെസ്റ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഹൈ റിഫ്രഷ് റേറ്റ് ആണ്, 144 ഹെർട്സിന് ഹൈ റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ബെറ്റർ. ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിലും നല്ല ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. ഡിസ്പ്ലേ പറ്റിയൊന്നും ഒരു ഇഷ്യൂസും പറയാനില്ല. ദെൻ ക്യാമറയാണ് 50 MBയുടെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 8 MBയുടെ അൾട്രാ വൈഡ് ക്യാമറ റിയറിൽ കൊടുത്തിട്ടുണ്ട്, 16 MBയുടെ ആണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. റിയർ ക്യാമറ 8K 30 എപ്പിസോഡിലെ വീഡിയോസ് നിങ്ങൾക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സെൽഫി ക്യാമറ ആണെങ്കിൽ 1080p 30 എപ്പിസോഡിലെ വീഡിയോസും സെൽഫിയിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ക്യാമറ വൈസ് ഇതിലെടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസൊക്കെ ഗംഭീരാട്ടോ. എസ്പെഷ്യലി അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇതിലെടുക്കുന്ന ഫോട്ടോസൊക്കെ നൈസായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്പെസിഫിക്കേഷൻ വൈസ് അത്രത്തോളം കാണാനില്ലെങ്കിൽ ഇതിൻ്റെ യൂസിലെ സെൻസറൊക്കെ തന്നെ വേറെ ലെവലാണ്. ബട്ട് ക്യാമറ യൂസൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക, എന്നിട്ട് മാത്രം പോയി എടുക്കുക. ദെൻ ഇതിൽ വരുന്ന പെർഫോമൻസ് ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് Qualcomm Snapdragonൻ്റെ 8 Gen 2 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അറൗണ്ട് ഒരു 1.6 മില്യൺ ആ റേഞ്ചൊക്കെ തന്നെ ആൻഡ് സ്കോറും കാര്യമൊക്കെ തന്നെ വരുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് തന്നെ ഇതിൽ വരുന്നുണ്ട്. ദെൻ ഫൈനായിട്ട് കാര്യമാണ് ബാറ്ററി. ഇതിൽ വരുന്നത് 5160 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. സോ ബെറ്റർ ബാറ്ററി, ബെറ്റർ ഫാസ്റ്റ് ചാർജറും തന്നെ വരുന്നുണ്ട്. ലാസ്റ്റായിട്ട് കാര്യമാണ്
പ്രൈസ് ആൻഡ് വേരിയൻറ്റ്. ഇതിൻ്റെ ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 8GB 128GB ആണ്. ഇതിൻ്റെ പ്രൈസ് 31,999 ആയിട്ടാണ് ഇപ്പം വരുന്നത്. സോ 32,000 രൂപ റേഞ്ചിൽ നല്ലൊരു ഫോൺ, അത്രയും പറയാനുള്ളൂ. നല്ലൊരു ഫോൺ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പെർഫോമൻസ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്, നോ ഇഷ്യൂസ്. ദെൻ ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ GT6 എന്ന മോഡലാണ്. ഇതിൻ്റെ ഡിസൈൻ കാണാനൊക്കെ അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട്. ഗ്ലാസ് ബാക്ക് ആയിട്ടാണ് വരുന്നത്. IP65 റേറ്റിംഗ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ കുഴപ്പങ്ങളൊന്നും ഡിസൈനെ പറ്റി പറയാനില്ല. ദെൻ ഡിസ്പ്ലേ ആണ് 6.78 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു 120 ഹെർട്സിൻ്റെ AMOLED LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. 6000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ആണെങ്കിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് 2 പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് വേറെ ലെവൽ. 6000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല, എന്നാൽ പോലും അതുണ്ട് എന്നുള്ളത് സ്പെഷ്യാലിറ്റി ആയിട്ട് കാര്യമാണ്. സോ ഡിസ്പ്ലേ വൈസും ബെസ്റ്റ് ഇൻ ക്ലാസ് ആയ ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 50MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 8MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. പിന്നീട് ഒരു 15MB 2x ടെലിഫോട്ടോ ലെൻസ് അടക്കം ഈ ഒരു പ്രൈസ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സോ ബെസ്റ്റ് ക്യാമറ സ്റ്റെപ്പ് വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 32MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 4K 60 എപ്പിസോഡ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സെൽഫി ക്യാമറയിലാണെങ്കിൽ 4K 13 എപ്പിസോഡ് വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ക്യാമറ റിവ്യൂസ് നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം. അല്ലാത്ത രീതിയിൽ സ്പെസിഫിക്കേഷൻ വൈസ് നല്ല ക്യാമറ ആണ്. റിവ്യൂസ് നോക്കിയ സമയത്തും അത്യാവശ്യം നല്ല ക്യാമറ ഇതിന് കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് റിവ്യൂ നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം ക്യാമറ ചൂസ് ചെയ്യുക, എത്ര മാത്രം നമുക്ക് പറയാനുള്ളൂ. ദെൻ പെർഫോമൻസ് ആണ്. ഇതിൽ വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 എന്ന ചിപ്സെറ്റ് ആണ്. അറൗണ്ട് ഒരു 1.5 മില്യൺ ആൻറ്റി സ്കോർ ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള പെർഫോമൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നീട് 3+4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുന്നുണ്ട്. ബാറ്ററി ആണെങ്കിൽ 5500 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുമുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് മോഡൽ വന്നിട്ട് 8GB 256GB ആണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസാണ് 33,999 ആയിട്ടാണ് വരുന്നത്. സോ 34,000 രൂപക്ക് നിങ്ങൾക്ക് നല്ല ക്യാമറ, നല്ല ഡിസ്പ്ലേ, നല്ല ബാറ്ററി, നല്ല പെർഫോമൻസ് എല്ലാം കിട്ടുന്നുണ്ട്. സോ നല്ലൊരു റിയൽമിയുടെ ഫോണാണ് റിയൽമിയുടെ GT6 എന്ന മോഡൽ. ഇനി ലാസ്റ്റ് ഏറ്റവും ഫൈനലായിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ വിവോ V50 എന്ന ഫോണാണ്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മോഡലാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഡിസൈൻ വൈസ് ഒരു സ്റ്റാറി ഒരു അങ്ങനത്തെ ഒരു വെറൈറ്റി ഡിസൈനാണ് കൊടുത്തുള്ളത്. കാണാനൊക്കെ നല്ല രസമൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. ഇറ്റ്സ് നൈസ്. പിന്നീട് ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.77 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഡയമണ്ട് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. പിന്നീട് IP69 റേറ്റിംഗ് അടക്കം ഈ ഒരു പ്രൈസ് പോയിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് നൈസ്. ഡിസ്പ്ലേ വൈസ് കുഴപ്പങ്ങളൊന്നും പറയാനില്ല, നല്ലൊരു ബെസ്റ്റ് ഇൻ ക്ലാസ് ആയ ഡിസ്പ്ലേ തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. LTPO ഇല്ല എന്നുള്ള ഒരു കുറവായിട്ടുള്ളൂ, ബാക്കിയൊക്കെ തന്നെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ദെൻ ക്യാമറ ആണ് 15MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 15MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, 15MB സെൽഫി ക്യാമറ അടക്കം വരുന്നുണ്ട്. സോ എല്ലാം 15MB ആണ്. ഫ്രണ്ടിലും റിയറിലും 4K തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ക്യാമറ ആണ് ഇത് വരുന്നത്. ഇതിൽ മറ്റേ സീസിൻ്റെ കൊളാബറേഷനിലാണ് ക്യാമറ വരുന്നത്. സോ ഇതിലെടുക്കുന്ന ഫോട്ടോസൊക്കെ തന്നെ വേറെ ലെവലാണ്. ബട്ട് നിങ്ങൾ ക്യാമറ റിവ്യൂസ് നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക, അതാണ് പറയാനുള്ളത്. അല്ലാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ നല്ല ക്യാമറ കേട്ടോ. പോർട്രേറ്റിലൊക്കെ എടുക്കുന്ന ഫോട്ടോസൊക്കെ വേറെ ലെവലാണ്. ഇനി പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 എന്ന ചിപ്സെറ്റ് ആണ് വരുന്നത്. അറൗണ്ട് ഒരു 8,20,000 ആൻഡ് സ്കോർ മാത്രമേ വരുന്നുള്ളൂ. പെർഫോമൻസ് വൈസ് നിങ്ങൾ ഈ ഫോണിലേക്ക് എടുക്കേ വേണ്ട, ബാക്കി ഞാൻ പറയാം. പിന്നീട് 3+4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിൽ വരുന്നുണ്ട്. ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 34,999 ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ഫോൺ മെയിനായിട്ട് ക്യാമറ ഓറിയൻ്റ് ആയിട്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാത്ത പെർഫോമൻസ് റേഞ്ച് ഈ ഒരു ഫോൺ ഒട്ടും നല്ലതല്ല എന്ന് പറഞ്ഞാൽ ഇതിലെ ബാക്കിയുള്ള ഫോണൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് ഒട്ടും ഈ ഒരു ഫോണില്ല. പക്ഷേ ക്യാമറ റേഞ്ചിൽ ഇതൊരു ബെസ്റ്റ് ഫോണാണ്, അത്ര പറയാനുള്ളൂ. അപ്പോൾ ഈ 4 ഫോൺസാണ് 35,000 രൂപയ്ക്ക് താഴെ ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് 4 ആയിട്ടുള്ള മോഡൽ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോണിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം. വേറെ ഏതെങ്കിലും ഫോൺ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.